ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അന്വേഷണം CBIക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. CBI അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല, അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലല്ലേ പോകുന്നത് എന്ന്. സർക്കാർ അതുതന്നെ പറയുന്നു. അതെ കൃഷ്ണരാജ്, പാർട്ടി സെക്രട്ടറി പറഞ്ഞ സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നാളെ സ്വീകരിക്കുക. അതായത് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBIയുടെ അന്വേഷണം വേണ്ട എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നാളെ ഹൈക്കോടതി മുൻപാകെ രേഖാമൂലം അറിയിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം നിലവിൽ ശരിയായ ദിശയിൽ തന്നെയാണ്. കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനി മുന്നോട്ട് പോകുക. കൊലപാതകം എന്നുള്ള ഒരു സംശയം ഈ കുടുംബം ആരോപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ അല്ലെങ്കിൽ അതിന്റെ ആരോപണവുമായി ഉന്നയിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാണെന്നും വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും നിലവിലെ പോലീസിന്റെ അന്വേഷണം 100% നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ്, അവരോട് നീതി പുലർത്തിക്കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് സർക്കാരിന്റെ നിലപാടായിട്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുക. പോലീസിന്റെ അന്വേഷണത്തിൽ പാളിച്ചകളില്ല, അതുകൊണ്ട് തന്നെ നിലവിൽ CBIക്ക് ഈ കേസ് അന്വേഷണം വിടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിക്കുക. എന്തായാലും സത്യവാങ്മൂലം അടുത്ത ദിവസമായിരിക്കും ഹൈക്കോടതി മുൻപാകെ രേഖാമൂലം സമർപ്പിക്കുക. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയിട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ കേസ് അന്വേഷണം CBIക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ സർക്കാരിന്റെ അടക്കം നിലപാട് ഹൈക്കോടതി തേടിയിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാർ അടിയുറച്ച് നിൽക്കുന്നത് നിലവിലെ പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യക്ഷമതയുണ്ട്, അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം CBIക്ക് വിടേണ്ടതുമില്ല. കൊലപാതക സംശയം ഇവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിലും അന്വേഷണം മുന്നോട്ട് പോകാമെന്നുള്ളത് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കാൻ പോകുന്നത്. എന്തായാലും അടുത്ത ദിവസം ഹൈക്കോടതി പ്രസ്തുത ഹർജി പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ഈ ഹർജിയിലുടനീളം ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഉന്നയിച്ചിരുന്നത്. അതായത് കൊലപാതകം എന്നുള്ള ഒരു സംശയം തള്ളിക്കളയാനാകില്ല, ആത്മഹത്യ എന്നുള്ള സംസ്ഥാന പോലീസിന്റെ നിഗമനം അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല, മാത്രവുമല്ല ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം താനോ തന്റെ ബന്ധുക്കളോ എത്തുന്നതിന് മുൻപ് തന്നെ പൂർത്തീകരിച്ചതിലടക്കം അസ്വാഭാവികത ഉണ്ട് എന്നുള്ളതായിരുന്നു മഞ്ജുഷ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെങ്കിൽ ഈ കേസ് തന്നെ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള CBIക്ക് കൈമാറണമെന്നുള്ള ഒരു ആവശ്യവും അവർ ഉന്നയിച്ചിരുന്നു. നിലവിലെ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നവർ ചൂണ്ടിക്കാട്ടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ CCTV ഫൂട്ടേജുകൾ ഒന്നും തന്നെ അത് സംരക്ഷിക്കുകയോ അത് വീണ്ടെടുക്കുകയോ ചെയ്തിട്ടില്ല. അതായത് കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് ഇവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ പ്രതിയായിട്ടുള്ള ദിവ്യയുടെ ശബ്ദരേഖ അല്ലെങ്കിൽ ഫോൺ സംഭാഷണങ്ങളോ ഈ പരാതിക്കാരന്റെ ആയിട്ടുള്ള പ്രശാന്തന്റെ ഫോൺ സംഭാഷണങ്ങളോ ഒന്നും തന്നെ ശേഖരിക്കാനും പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചിട്ടുമില്ല. ഇതൊക്കെ തന്നെ ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നതിന് തെളിവാണെന്ന് നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. നാളെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.